وعن ابن عباس رضي الله تعالى عنه ابن عباس തങ്ങളെ തൊട്ടാണ്. ഇൻ സദഖ എവിടെ ഇന്നലെ ഒരാളെ പറ്റി പറഞ്ഞല്ലോ. അവിടെ പോയപ്പം ഞാൻ കൂടുതലാക്കുകയില്ല ചുരുക്കുകയില്ല അല്ലേ, കൂടുതലാക്കുകയില്ല ചുരുക്കുകയില്ല. ലാസീദ് അലാഹാദ, ഇതിനേക്കാൾ ഞാൻ കൂടുതൽ അമലും ചെയ്യുകയില്ല. ഫലാങ്കുസു, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ചുരുക്കി കൊടുക്കുകയില്ല. അയാൾ എവിടെ നിന്ന് വന്നാലാണ്, പഠിക്കാൻ വേണ്ടി വന്നാലാണല്ലോ, അപ്പൊ അയാളോട് പറഞ്ഞു കൊടുത്തത്. ലാസീദു എന്ന് പറഞ്ഞാൽ ഏതിൽ കൂടുതലാക്കുകയില്ല, എൻ്റെ അമലിൽ ഞാൻ കൂടുതലാക്കുകയില്ല. അതേപ്രകാരം ചുരുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഏതിൽ ചുരുക്കുകയില്ല, മനസ്സിലായ? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ചുരുക്കുകയില്ല. അങ്ങനെ പറഞ്ഞവരും ഉണ്ടോ? വേണ്ട. المراد صدقه في إخباره بعمله بذلك من غير زيادة ونقصان. അല്ലെങ്കിലോ صدقه فيما يفهم من كلامه من الاهتمام بالأخذ والرغبة في التصديق فيكون الفلاح بحسن النية فافضل. إن صدق بكسر اللام على الصحيحين لا وفي نسخة بفتحها അൻ സദഖ അയിലെ സിദ്ഖിഹി എന്ന്. എന്താ, സ്വർഗത്തിന്റെ അയലുകാരനാണെന്ന് പറഞ്ഞു അയാള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരാളെ സ്വർഗത്തിൽ കടത്താനൊക്കെ പറ്റും. എന്താ, അഫ്ലഹ റജുലു ഇൻ സദഖ. അപ്പം അങ്ങനെ കടത്തിക്കൊണ്ട് നമുക്കെന്ത് വേണം? റസൂലുള്ളാഹി തങ്ങളല്ലേ എല്ലാവരും കടത്തുന്നേ. ഇനി അമ്മനവിടെ കിടന്ന് പേരുണ്ടാക്കുന്നതിനാ? വലിയ വലിയ ആൾക്കാർക്ക് ഒരാളെ സംബന്ധിച്ചുകൊണ്ട് ഫലാഹാണ് സഈദാണ് എന്ന് വിധിക്കാൻ പറ്റുമെന്ന് ഹദീസിൽ നിന്ന് കിട്ടും. മനസ്സിലായില്ല? പക്ഷേ വിധിക്കുന്ന ആളെ നമ്മൾ നോക്കും. ആരെങ്കിലും കയറി അങ്ങ് സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കുന്നില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇബ്നു അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മിന്റെ മോനാണ്. ഉമ്മുഹു ലുബാബയാണ്. മൈമൂനത്ത് റളിയല്ലാഹു അൻഹയുടെ ഖുത്താണ്. സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യ മൈമൂനത്തിന്റെ ഖുത്താണ്. ഹിജ്റയ്ക്ക് മുമ്പ് ജനിച്ചതാണ്, 3 കൊല്ലം മുമ്പ്. وتوفي النبي صلى الله عليه وسلم وهو ابن 13 13ാമത്തെ കൊല്ലത്തിൽ. قيل 15 سنة وقيل 10. كان حبر هذه الأمة. അബ്ബാസങ്ങളല്ല, ഇബ്നു അബ്ബാസങ്ങൾ ഈ ഉമ്മത്തിന്റെ ഹബറാൻ. وعالمها ودعا النبي صلى الله عليه وسلم തങ്ങൾ بالحكمة, ഹിക്മത്ത് കൊണ്ട് ദ്വാരം നടത്ത ആളാണ്. اللهم علمه الحكمة اللهم فقهه في الدين اللهم علمه التأويل എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അല്ല, കുറച്ചതിനെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ നല്ലോണം നീ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങളെ പറ്റിയിട്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ പള്ളിയുണ്ട് ത്വായിഫിൽ, വലിയ പള്ളിയാണ്, അമ്പം പള്ളിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വല്ല ഇഷ്കാലൊക്കെ വരുന്നെങ്കിൽ ഉപ്പടുത്ത് പോയി ചോദിക്കും. അവസാനം കണ്ണു കാണാതായിപ്പോയി. ومات بالطائف سنة 68
സാഹിബിനെ മരിച്ച وروى عنه خلق كثير من الصحابة والتابعين. ഒരു ചരിത്രമൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓരോ ആ മക്കാമിൻ്റെ അടുത്ത് തന്നെ. മക്കാമെന്ന് അമ്മമാർ പറയില്ല, അമ്മമാർ മക്തബെന്നേ പറയുള്ളൂ. ലൈബ്രറിയാണ്, ലൈബ്രറിയുടെ ബാക്കിലാണ് ഓരോ ഖബറുള്ളത്. അപ്പം ലൈബ്രറി കയറി ഇരുന്നിട്ട് ആ കിതാബൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് മൂപ്പർക്ക് യാസിനെ ഓതിക്കൊണ്ടിരിക്കില്ല. വലിയ പള്ളിയാണ്. പിന്നെ പകങ്ങളെ പേർക്ക് ഫാത്തിഹയും യാസീനൊക്കെ ഇഖ്ലാസൊക്കെ ഓതിയാൽ നല്ല മെമ്മറി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്മറി കൊണ്ടും ഹിക്മത്ത് കൊണ്ടും ഫിഖ് കൊണ്ടും തജ്വീദ് കൊണ്ടും ദുആ നടത്ത ആളാണ്. അതിൻ്റെ ദുആയുടെ ഫലം മൂപ്പരിലുണ്ട് എപ്പോഴും. പിന്നെ പസങ്ങൾ പള്ളിയിൽ പോയിട്ട് വെള്ളം എടുത്ത് അവിടെ നിന്ന് യാസിനോദി കുടിച്ചാലും മതിയായിരിക്കും. ഈ അതീതൊക്കെ ഓർമ്മ വെച്ചോണ്ട് അതീത് പറയാം. റളിയല്ലാഹു അൻഹു ഖാല ഇന്ന വഫദ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ നിവേദക സംഘം അംബാസഡർമാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിൻ്റെ നേതാക്കന്മാരെ കാണാനും അവരോട് ചർച്ച ചെയ്യാനും മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അയക്കപ്പെടുന്ന ആൾക്കാർക്കാണ് വഫദ് എന്ന് പറയാം. മനസ്സിലായോ? വാഫിദിന്റെ ജമ്മാണ് വഫദ്. വഹുമുല്ലദീന യഖ്താറൂന ഇല തഖദ്ദും ഫീ ലുഖീൽ ഉലമാ വഫദ യഫിദു ഇദാ ഖറജ ഇലാ അളീമിൻ. അതിനെ വഫദ് പറയുള്ളൂ. പ്രാമുഖ്യമായൊരു കാര്യത്തിലേക്ക് ആൾക്കാർ പുറപ്പെട്ടു പോവുക, അതിനാണ് വഫദ് പറയുക. മനസ്സിലായില്ലേ? പിന്നെ അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞ ഒരു കബീലയുടെ പേരാണ്. പെട്ടെന്ന് ഇപ്പൊ തിരിയണമെങ്കിൽ ദമാമിൽ നിന്നും അഹ്സാ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഹ്സാ ഖത്തീഫ്, അഹ്സാന്റെ അടുത്താണ് ബഹ്റൈനി ഉള്ളത്. ബഹ്റൈനിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് വഫദ് അബ്ദുൽ ഖൈസ് എന്നൊക്കെ പറയാറുണ്ട്. അബൂ ഖബീല അസീമത്തുൻ തന്തഹി ഇലാ റബീഅത്ത് ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ. റസൂലുള്ളാഹിന്റെ പാപ്പന്മാരിൽപ്പെട്ട റബീഅ, അദ്നാന്റെ മകൻ, മഅദിന്റെ മകൻ നിസാറിന്റെ മകൻ റബീഅ, അവരിലേക്കാണ് ഈ ഖബീല ചെന്നു ചേരുന്നത്. ഇത് കൂടുതലും ബഹ്റൈനിലും ഖത്തീഫിലും അഹ്സായിലും ഉള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. അവിടുന്ന് കിലോമീറ്ററുകളോളം താണ്ടി 2000 ചില്വാനം കിലോമീറ്ററുകളോളം താണ്ടി മദീന ശരീഫിലെത്തിയവരാണവർ. അങ്ങനെ അവർ പോയ സ്ഥലത്ത് തമ്പടിച്ച സ്ഥലങ്ങളും അവർ യാത്രയ്ക്ക് വേണ്ടി യാത്രാ സൗകര്യത്തിൻ്റെ ഇടയിൽ ഇറങ്ങി കുളിച്ച കുളങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ട്, ചരിത്ര താളുകളിലുണ്ട്. പിന്നെ അവരിപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ശരിയാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം.
ഇന്ന വഫദ അബ്ദുൽ ഖൈസ്. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, വരാൻ കാരണമുണ്ട്. വരാൻ കാരണം മുൻഖിദ് ബിൻ ഹിബ്ബാൻ, അവരിൽപ്പെട്ട ഒരാളാണ് മുൻഖിദ് ബിൻ ഹിബ്ബാൻ. അയാൾ കച്ചവടത്തിന് വന്നു മദീന ഷരീഫിൽ. മദീന ഷരീഫിൽ കച്ചവടത്തിന് വന്നപ്പം അയാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബിതങ്ങൾ അയാളെ അടുത്ത് കടന്നുപോയി. മർറബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ അവിടെ ചെന്ന് പോയി നിന്നിട്ട് ചോദിച്ചു അയാളോട്, നിങ്ങൾ എവിടുന്ന് വരികയാണ്, നിങ്ങളുടെ നാട്ടിലെ പേരെന്താ, നിങ്ങളുടെ നാട്ടിലെ ഏതൊക്കെ നേതാക്കന്മാരുള്ളത്, ഇന്ന നേതാക്കന്മാരൊക്കെ നാട്ടിലില്ലേ ചോദിച്ചു. വൈബ് പറഞ്ഞു. ഗോത്രതലവന്മാരെ പേരെല്ലാം പറഞ്ഞിട്ട് ഇന്ന കുടുംബക്കാരോടല്ലേ, ഇന്ന കുടുംബക്കാരോടല്ലേ, ഇന്ന കുടുംബക്കാരോടല്ലേ. അതായിട്ട് ഇയാൾക്ക് അങ്ങനെ അതിശയായി ഈ മുൻഖിദിന്. മനസ്സിലായി? അങ്ങനെ അയാളിതെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ അയാളങ്ങ് മുസ്ലിമായി. ഫഅസ്ലമ വതഅല്ലമ അൽ-ഫാത്തിഹ വയഖറഅ ബിസ്മി റബ്ബിക. അതല്ല അയാള് മനപ്പാടമാക്കിയിട്ട് പിന്നെ അയാൾ യാത്ര പോയ അയാളെ നാട്ടിലേക്ക്. സുമ്മ റഹല ഇലാ ഹജർ. ബഹ്റൈനിക്ക് അടുത്തുള്ള സ്ഥലമാണ് ഹജർ. ഇപ്പൊ ആ നാട്ടിൽ വരുന്നതെന്നറിയില്ല. ഏതായാലും ഖത്തീഫ് അഹ്സാഇന്റെ ഒക്കെ ഇടയ്ക്കുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പൊ പറയപ്പെടുന്ന ദമാം അഹ്സായിലാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ താണ്ഡവം. ഇബ്നു അബ്ദുൽ വഹാബ് കയറാത്തൊരു രാജ്യം ഉണ്ടെങ്കിൽ അഹ്സായുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാ സുന്നികളുമാണ്. ഷാഫിയത്ത്, ഹനഫിയത്ത്, അഖ്താബുൽ അർബഅ എന്നറിയപ്പെടുന്ന വലിയ 4 മഹാന്മാരൊക്കെ അടങ്ങിയ സ്ഥലമാണ് അഹ്സായ്. വലിയ പണ്ഡിതന്മാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അടുത്ത് മരിച്ചതാണ് അഹമ്മദ് ദൗഗാൻ റഹ്മഹുല്ലാ. അങ്ങനത്തെ നാടാണ് അഹ്സാദ്. അവിടെ ഇവൻ പോയിട്ടില്ല. അങ്ങനെ ഇയാളോട് കിതാബൊക്കെ എഴുതി. മഅഹു കിതാബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യക്തുമുഹു അയ്യാമൻ. മനസ്സിലായില്ലേ? കുറെ നാളാ കിതാബ് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇപ്പം മുസ്ലിമായിട്ടാണല്ലോ മദീനയിൽ നിന്നും കച്ചവടക്കാരൻ കച്ചവടം ചെയ്തിട്ട് അവിടെ പോയത്. അപ്പോൾ ഇത് ഭാര്യ ഇങ്ങനെ ഓരോ വീക്ഷിക്കാൻ തുടങ്ങി. പോയി വന്നാണ് കല്ലപ്പം നിക്കാരൊക്കെ കാണുന്നു. നിസ്കരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മുഖദ്ദിമാറ്റങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ ഈ മൂപ്പർ എന്ത് ചെയ്യുന്നു? അപ്പൊ അത് അക്കറത്ത് ഈ മൂപ്പത്തിയാല് പോയി പറഞ്ഞു അവളുടെ വാപ്പയോട്, അഥവാ ഇയാളുടെ അമ്മാവനോട്. മുൻദിർ എന്ന് പറയുന്ന ആളോട് പോയി പറഞ്ഞു, എന്റെ അബീഹൽ മുൻദിർ റഈസുഹും. അങ്ങനെ കണ്ടുമുട്ടി പരസ്പരം വർത്തമാനം പറഞ്ഞ് അയാളെ കൽബിലും ഇസ്ലാം സംഭവിച്ചു. പിന്നെ മൂപ്പർ ഈ കിതാബായിട്ട് എല്ലായിടത്തും വളരെ പ്രചരണം നടത്തി. ഫഖറഅഹു അലൈഹിം ഫഅസ്ലമു. അല്ല, അങ്ങനെ അവരെല്ലാം കൂടെ കൂടിയിട്ട് ഗോത്രത്തൊരു ഗോത്രമായിപ്പോ. അങ്ങനെ അവരെല്ലാം കൂടി എന്ത് ചെയ്തു? റസൂലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് 14 പേര് അവിടുന്ന് ചട്ടം കെട്ടി റസൂലുള്ളാഹിയുടെ വന്നു. മനസ്സിലായില്ല? അങ്ങനെ അവരവിടെ വരുമ്പം തന്നെ കുറെ ദൂരത്തെത്തുമ്പോൾ തന്നെ ഇപ്പം വരും. ഹജർ നാട്ടിൽ നിന്നും അഹ്സായിൽ നിന്നും ഖത്തീഫിൽ നിന്നും കുറെ ആൾക്കാർ ഇപ്പം വരുമെന്നും നബി തങ്ങൾ സദസ്സിലിരുന്ന് പറഞ്ഞു. മനസ്സിലായി? ഇപ്പം നിങ്ങളടുക്കൽ വരും മത്താക്കും വഫദു അബ്ദുൽ ഖൈസ് ഖൈറു അഹ്ലിൽ മശ്രിഖ് വഫീഹിം അൽ അശജ്ജു. അവര് മശ്രിഖ്, മദീനയെ സംബന്ധിച്ചിടത്തോളം മശ്രിഖാണ്. അവിടെ കിഴക്കൻ രാജ്യം. മശ്രിഖിൽ നിന്നാണ് അവർ വരുന്നത്, നല്ല ആൾക്കാർ വരുന്നത്. അവരിൽ അശജ്ജ് എന്ന് പറയുന്ന ഒരാളുമുണ്ട്. മുൻദിർ എന്നാണ് അയാളുടെ പേര്. അയാളുമുണ്ടെന്ന് തങ്ങൾ പേരും പറഞ്ഞു. അയാളുടെ മുഖത്തുള്ള ഒരു അടയാളം ഉണ്ടായതിനാണ് അപ്പൊ അശജ്ജ് എന്ന് പറഞ്ഞത്. അവര് 40 പേരുണ്ട്. റുബിയ എന്നകും അർബഊന എന്നുണ്ട്. 40 പേരും ഉണ്ടെന്ന് പറഞ്ഞു. 14 പേര് ചട്ടം കെട്ടിയ നേതാക്കന്മാർ 14, പിന്നെ ന്യായാലും ഉണ്ടാവുമല്ലോ. 40 പേരുടെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലിരുന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഇനി സഹാബത്തിലൊരു രസമായില്ല, വരുന്നവരെ പറ്റി എല്ലാ ചരിത്രവും അങ്ങ്
പറഞ്ഞപ്പോൾ സഹാബത്തിന് സന്തോഷം. അവരിങ്ങനെ വന്നിട്ട് ലമ്മ അത്തവും അങ്ങനെയല്ലേ, അങ്ങനെയാണ് എൻ്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലം. പറഞ്ഞത് ഇബിന് ഹജറുൽ വിഷ്കാത്തിന് ശരീരമുള്ളൂ കേട്ടോ. ഒരു വരാനുള്ള കാര്യം വഫദ് അബ്ദുൽ ഖൈസ് ജമാഅത്തുൻ ഖദിമു അലാ മലിക്കിൻ ജംഉ വാഫിദിൻ വഫദ വുഫൂദൻ വവഫാദത്തൻ എന്നൊക്കെ പറയാം. ഖദിമ വവറദ ഫഹും വുഫൂദുൻ വവഫുദുൻ വഔഫാദുൻ. ഈ പറഞ്ഞ സ്ഥലം അബൂ ഖബീല, തന്തഗില, റബിയത്ത് ബിൻ നിസാർ ബിൻ മുഅദ്ദ് ബിൻ അദ്നാൻ കാനു യൻസിലൂന അൽ-ബഹറൈനി വഹവാലി അൽ-ഖത്തീഫി വൽ-അസാഇ വമാ ബൈന ഹജറ ഇലാ ദിയാർ അൽ-മുദലിയ വഫാദത്തുഹും സനത 8 ഹിജ്റ 8 കൊല്ലാണ് വരുന്നത് കേട്ടാ എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ശറഹിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫത്വയിലായി കേട്ടാ. എന്നാ ഇനിയും പറയാം. വന്നിട്ട് എന്തേ പണി? ജമാഅത്തു അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മനിൽ ഖൗമു, ആരാണ് ആൾക്കാര് എന്ന് ചോദിച്ചു. ആരാണവര് ചോദിക്കണമല്ലോ. അല്ലെങ്കിൽ ചോദിച്ചതാവും മനിൽ വഫുദു, നിവേദക സംഘം ആരാണ്, അങ്ങനെ പറയാം. ഖാലു, അവർ പറഞ്ഞു, റബീഅത്തു, ഞങ്ങൾ റബീഅത്ത് ഗോത്രത്തിൽ നിന്നും വരുന്ന റസൂലുള്ളാഹിന്റെ പാപ്പമാരിൽപ്പെട്ട ആളാണല്ലോ റബീഅത്ത്. റബീഅത്ത് ബിൻ നിസാർ അല്ല, തന്തഹീല റബീഅത്ത് ബിൻ നിസാർ ബിൻ മുഅദ്ദ് ബിൻ അദ്നാൻ. അപ്പൊ എന്തായാലും ചെറുകുട്ടിയെ കാണാൻ വേണ്ടി ഒന്നൊന്ന് പറയാം കേട്ടോ. ചെറുകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടേ അവര് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാ, ഇവിടെ ഇതിലുണ്ടല്ലോ അബൂ ഖബീല അലീമത്തുൻ ദന്തഹീല റബീഅത്ത് ബിൻ നിസാർ ബിൻ മുഅദ്ദ് ബിൻ അദ്നാൻ. റബീഅത്ത് ഖബീലത്തുൻ അലീമത്തുൻ ഫീ മുഖാബലത്തി മുദർ റബീഅ കേട്ടാ. ഇവിടെ ഉണ്ട് മാ ബൈന ഹജർ ഇല ദിയാരിൽ വകാനത്തു വഫാദത്തുഹും സനത 8 വസബബുഹ അന്ന മുൻഖദ് ബിൻ ഹിബ്ബാൻ കണ്ടു അല്ല ഇന്നും കാന യത്തജിറൽ മദീന ഫമറ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാമ ഇലൈഹി ഫസഅലഹു അൻ അസ്റാ ബി ഖൗമിഹി മുസമ്മിയൻ ലഹു ബിഅസ്മാഇഹിം ഫഅസ്ലമ വതഅല്ലമ അൽ-ഫാത്തിഹ. അത് മഹാനായ മുല്ലാലിൽ ഖാദിയും എഴുതിയിട്ടുണ്ട് കേട്ടാ. ഖാല, തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അനിൽ ഖൗമു, മൻ, ആരാണ് അൽ ഖൗം, അല്ലെങ്കിൽ ലൗ മൻ അൽ വഫദു, റാവിയുടെ ഭാഗത്ത് നിന്നും ശക്കാണ്. ഇങ്ങനെയാണോ ചോദിച്ചത് അങ്ങനെയാണോ ചോദിച്ചതെന്ന്. ചോദ്യം എന്തിനാണെന്ന് വെച്ചാല് അവർക്കൊരു ഈനാസ് ഉണ്ടായിക്കൊള്ളട്ടെ. ആരെങ്കിലും ഒരു കൂട്ടർ വരുമ്പോ അവരോട് ഈനാസ് വേണമല്ലോ, ഒരു നേരം പോക്ക്, അതിനു വേണ്ടിട്ട്. ഖാലു റബീഅത്തു എന്ന് പറഞ്ഞു. ഖാലു എന്ന് വെച്ചാൽ ബഅദുൽ വഫദ് പറഞ്ഞു ഞങ്ങൾ റബീഅത്താണ്. റബീഅത്തു. ഖാലു റബീഅത്തു. റബീഅത്തു എന്ന് പറഞ്ഞാല് ഖബർ കളഞ്ഞു, മുബ്തദ കളഞ്ഞിരിക്കുകയാണ്. നഹ്നു റബീഅത്തു, അല്ലെങ്കിൽ ലൗ വഫദു റബീഅത്തോ, അങ്ങനെ പറയാം. ഖാല, തങ്ങൾ പറഞ്ഞു, മർഹബൻ ബിൽ ഖൗം എന്ന് പറഞ്ഞു. മർഹബൻ, വളരെ വിശാലമായ സ്ഥലത്താണ് നിങ്ങൾ വന്നത്. അത്തൈത്തും മർഹബൻ, മർഹബനെ തർക്കീബുണ്ട് മഫ്ഊലായിട്ട്. അത്തൈത്തും മർഹബൻ, വിശാലമായ സ്ഥലമാണ് നിങ്ങൾ വന്നത്, ഇവിടെ ഒന്നിനും കുറവില്ല. അതതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണ്. പിന്നെയും പറഞ്ഞു വൈറ ഖസായ എന്നാ, മർഹബൻ ബിൽ ഖൗമി പറഞ്ഞു, ഔ ബിൽ വഫദ് പറഞ്ഞു. ആ ഖൗമു തന്നെ വൈറ ഖസായ, വേണ്ട
അവര് തന്നെ ഇനി നിസ്സാരതയില്ലാത്തവരായ ഹാലിൽ, ഇനി അവർക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് നിസ്സാരത പിടികൂടുകയില്ല. വലാ നദാമ ഗൈറ ഖസായ വലാ നദാമ, അല്ലേ? ദുഃഖവും ഉണ്ടാകുന്നതല്ല, നിസ്സാരതയും ഉണ്ടാകാത്തവരായ ഹാലിൽ. ഖസയാൻ, ഖസായ ജംഉ ഖസയാനിൻ, അല്ലെങ്കിൽ ഖിസിയിൻ മിൻ ഖസിയ റളിയ ഖിസിയൻ ബിൽ കസരി, ദിളൻ പോലെ. ഖസ വഖഅ ഫീ ബലിയത്തിൻ വശിദ്ദത്തിൻ ഫദല്ല ബിദാലിക, അതുകൊണ്ട് നിസാരതയിലാവുകയും ചെയ്തു. വലിയൊരടങ്ങേറിലും വലിയൊരു വിഷമത്തിലും സംഭവിക്കുന്നതിനാണ് ഖുസി പറയുക. അപ്പൊ പിന്നെ തങ്ങടുത്തൊന്നും ഇനിയിപ്പോൾ എന്ത് പേടിക്കാനില്ല. അപ്പൊ തങ്ങൾ തന്നെ അവർക്ക് എന്ത് ചെയ്തു? അമ്ന് കൊടുത്തു. ആ വാക്ക് പറയലുകൊണ്ട് തന്നെ അവർക്ക് അമ്നായി. ഓ ഇറഹസായ, ഇനി നിങ്ങൾക്ക് നിസാരതയില്ല, നിങ്ങൾക്കിനി വിഷമമില്ല എന്ന് മനസ്സിലായ. അത്തയ്ത്തും മർഹബൻ. പിന്നെ വബിൽ ജുംലത്തി അസ്സുആൽ വൽ ജവാബ്, ഇനി എന്താ? ഫഖാല ഗൈറ ഖസായ വലാ നദാമ എന്നുണ്ട്. ഗൈറ ഖസായ വലാ നദാമ ജംഉ നാദിമിൻ, നാദിമിന്റെ ജമ്മാണ് നദാമ എന്നുള്ളത്. നാദിമെന്നതിന്റെ ജം നാദിമുന എന്നാണ്. ഖിയാസിയ ജമ്മാണെന്ന് നോക്കേണ്ടി വരും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ വേണ്ട. ജമ്മു നദുമാൻ അതാ നല്ലത്. അങ്ങനെ വെച്ചവന് കുഴപ്പമില്ല. ജംഉ നദുമാൻ ഫഅലാൻ വസൻ, നദുമാൻ എന്നുള്ളത് നാദിമിന്റെ മായനക്ക് എന്ന് വെച്ചു കൊടുക്കണം. കണ്ടാ? അപ്പം ഫഅല ബാബിഹിയായി. നദുമാന്റെ ജമ്മു നദാമ എന്ന്, നാദിമിന്റെ മായന കൊണ്ടുള്ള നദുമാൻ നമ്മൾ പറയല്ലേ. സഹാബിന്റെ മായന കൊണ്ടുള്ള സാഹിബ് അസ്ഹാബ് എന്നൊക്കെ പറയുന്നത് പോലെ നാദിമിന്റെ മായന കൊണ്ടുള്ള നദുമാൻ, ആ നദുമാൻ എന്നതിന്റെ ജമ്മാണ്. നിനക്ക് തോന്നുമ്പോഴെന്താ കൊണ്ടുവരുന്നത്? നീ അവിടെ നിൽക്കും. ഇനി അതല്ലെങ്കിൽ ഔ ജമ്മു നാദിമിൻ വഖീല നാദിമിൻ ഉണ്ടാ. ലാക്കിൻ ഹുവ്വില അൻ ഖിയാസിഹി, ഖിയാസ് ഏതാ? നാദിമീന എന്ന്. നാദിമീന എന്ന ഖിയാസിനെ തൊട്ട് നദാമ എന്ന് പറഞ്ഞു. അത് ആദ്യം പറഞ്ഞ വാക്ക് ഖസായ ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര സാഹിത്യകാരനല്ലേ. തങ്ങളുടെ വാക്കിൽ നിന്ന് ഒരു വാക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലനം വരുത്തില്ല. അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് അതേ പോയിന്റിന് അടിപൊളിയായിട്ട് വേറെ പോയിന്റ് പറഞ്ഞു. ഇത് ആദ്യം ഖസായ പറഞ്ഞു, പിന്നെ നാദിമീന പറഞ്ഞാൽ എന്തു തുമ്പില്ലാത്ത വർത്തനം. നമ്മക്ക് ഇതൊന്നും തോന്നത്തില്ല, കാരണം നമുക്ക് സാഹിത്യം അറിയില്ല, അറബി അറിയില്ല. അതുകൊണ്ട് നല്ലോണം സാഹിത്യം പറയുന്ന ഒരാൾ അതിന്റെ ഇടയ്ക്ക് നാടൻ വർത്താനം പറഞ്ഞാൽ നമ്മളെന്ത് പറയും? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിന്റെ നിപുണതയാ കണ്ടത്. മനസ്സിലായില്ല? നാദിമീന പറയാതെ നദാമ പറഞ്ഞു. എന്താ നാദിമീന പറയാൻ നദാമ പറഞ്ഞതെന്നാ? അല്ലാഹ്. അത് ഇത്തിബാഅൻ ലി ഖസായ തഹ്സീനൻ ലിൽ കലാം. എന്താ തിരിഞ്ഞ? അതാണ് അതിന്റെ അർത്ഥം. അതങ്ങനെ പറയും. ലാ ദറൈത വലാ തലൈത എന്ന് പറയും. ലാ തലൗത്താന്ന് തലാത്തുൽ ഫീല തലൗത്താണ്, പക്ഷെ തലൈത്ത എന്ന് പറയും. ദറൈത്ത എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തഹ്സീനൻ ലിൽ കലാം, കലാമിനെ ചൊറുക്കൂട്ടുക എന്നുള്ള കാര്യം വിസല്ലദാസങ്ങൾ മുഖ്തസറും മുത്തവലൊക്കെ നല്ലോണം ഓതി പഠിച്ച ആളായിരിക്കും. അതുകൊണ്ട് ഖസായ എന്ന് പറഞ്ഞ തഹ്സീനൻ ലിൽ കലാം ഏട്ടാ എന്ന് ഇബ്നു ജല്ലൈത്തി തങ്ങൾ എഴുതിയിട്ടുണ്ട്. നദാമ ജമ്മു നാദിമിൻ മിൻ നദിമ അലൈഹി കഫരിഹ നദ്മൻ വനദാമതൻ വനതനദ്ദമ എന്നും പറയും. ബിമഅന അസഫ. ഏട്ടാ ഇനി നിങ്ങൾക്ക് വിഷമമില്ല, നിങ്ങൾ നല്ല സ്ഥലത്തെത്തി, ഇനി നിങ്ങൾക്ക് നിസാരതയില്ല, നിങ്ങൾക്കിനി വിഷമവുമില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ആൾക്കാരോട് നല്ല വർത്താനം പറയും. തിരിഞ്ഞ അപ്പോൾ ഒരു വലിയ നേതാക്കന്മാരെ കാണാൻ മറ്റുള്ള നേതാക്കന്മാർ വരുമ്പം അവിടെ പാർട്ടി നോക്കുകയല്ല, നാട് നോക്കുകയല്ല, വരുന്നവരെ അവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തിരുത്തി
കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ മറ്റോ പാർട്ടിയാക്കണം. അങ്ങനെ ആക്കരുത്. ഇപ്പം നമ്മളെ പ്രധാനമന്ത്രി ഇപ്പം AP സ്ഥാനം വിളിച്ചു പറയാം, എനിക്ക് മർക്കസ് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ വരണ്ടെന്ന് പറയാൻ പറ്റും? അങ്ങനെ വന്നപ്പോ അയാൾ ആർസല്ലായെന്ന് പറയുമ്പോഴെങ്കിൽ അങ്ങനെയല്ല. നേതാക്കന്മാരാകുമ്പോൾ അങ്ങനെയാണ്. നേതാക്കന്മാരെ കാണാൻ വേണ്ടി പല നേതാക്കന്മാരും വരും. വരുന്ന നേതാക്കന്മാർ ഈ നേതാവിനോട് യോജിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ വരുമ്പോ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് വിടണം. അക്രിമിന്ന വിരുന്നുകാരനെ സൽക്കരിക്കണം. ഇൻകുന്ത തുമിനു ബില്ലാഹി വറസൂലിഹി മൻ ആമന ബില്ലാഹി വറസൂലിഹി മൻ ആമന ബില്ലാഹി വൽ ആഖിരി വൽയുക്രിം ദൈഫഹു. വിരുന്നുകാരനെ സൽക്കരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. വിരുന്നുകാരായി വരുമ്പോൾ നല്ലോണം അവരെ നല്ലോണം മർഹബയൊക്കെ പറഞ്ഞ് മർഹബൻ ബിൽ ഖൗം ഗൈറ ഖസായ വലാ നദാമ എന്താ. അപ്പൊ ഇവർക്ക് ഇവിടെ എത്താൻ വലിയ വിഷമാണ്. അപ്പൊ അതൊക്കെ ആദ്യം ആ വാക്കിൽ നിന്ന് തന്നെ നല്ല വർത്താനം പറഞ്ഞ് അവിടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. അതാ പറയുന്നതിന്റെ അർത്ഥം. വലാ നദാമ ജമ്മു നദ്മാൻ ബിമാന നാദിമിൻ ഔ ജമ്മു നാദിമിൻ അലാ ഗൈരി ഖിയാസിൻ. ഇത് ഖിയാസുനാദിമിന അത് ഇസ്ദിവാജൻ ലിൽ ഖസായ. അല്ല, ഖസായ എന്നതിനോട് കലർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നദാമ എന്ന് പറഞ്ഞത്. ഇസ്ദിവാജൻ എന്നാണ് മുല്ലാലിൽ ഖാലി എഴുതിയ ഭാഗത്ത്. എവരെഴുതിയത് തഹ്സീനൻ ലിൽ കലാം. അല്ല, ഇത്തിബാഅൻ ലി ഖസായ. അതാ ഇസ്ദിവാജ് എന്ന ഇസ്ദവജ. മനസ്സിലായില്ല? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? തഹ്സീനൻ ലിൽ കലാം. പിന്നെയും പറയും. അതുകൊണ്ട് ഇനി അവർ വന്ന കാര്യം പറയും. വന്ന കാര്യം അവർ പറയട്ടെ. അവരല്ലേ പറയേണ്ടത്. തങ്ങളവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. അവരെ സ്വാഗതം പറഞ്ഞോടിരുത്തി സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു. അല്ല, വൽമഅന മാ കാനൂ ബിൽ ഇത്തിയാനി ഇലൈന. അവരല്ല നമ്മളിലേക്ക് വന്നതിന്റെ കാരണം കൊണ്ട് തന്നെ ഖാസിദീന ഖായിബീന. വേണ്ട, അവർ പരാജിതരൊന്നുമല്ല, അവർ നഷ്ടപ്പെട്ടവരല്ല. അല്ല, ലിഅന്നഹും മാ തഅഖറു അനിൽ ഇസ്ലാം വലാ അസാബഹും ഖിതാലുൻ. അവർക്ക് യുദ്ധമൊന്നും എത്തിയിട്ടില്ല. വലാ സബിയുൻ. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഫയൂജിബു ഇസ്തിഹ്യാഅൻ ഔ ഇഫ്തിളാഹൻ ഔ ദല്ലൻ ഔ നദാമൻ. അല്ല, ഇവിടത്തെ അവർക്ക് ഈ നാട്ടിൽ നിന്നും നമ്മുടെ ദൗത്യമായി അവിടെ ചെല്ലുകയും അവർ പറഞ്ഞാൽ കേൾക്കായ്മ വരികയും അവരെ തടസ്സം ചെയ്യുകയും അങ്ങനത്തെ ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല ഇതേവരെ. അപ്പൊ അവരിനി വന്നതിന് ശേഷവും അതിനുണ്ടാകാനും പോകുന്നില്ല എന്ന ഒരു മുന്നറിയിപ്പ്, സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ് ഇന്നാ ലാ നസ്തതിഉ അൻ നഅതിയക ഇല്ലാ ഫി അശ്ശഹരിൽ ഹറാം വബൈനനാ വബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുദറാ. അതുകൊണ്ട് ഫമുർനാ ബി അർബഇൻ. അല്ല, ഫമുർനാ ബി അർബഇൻ. ആണോ? അതല്ല. ഫമുർനാ ബി അംരിൻ ഫസ്ലിൻ നുഖ്ബിറു ബിഹി മൻ വറാഅനാ വനദ്ഖുലു ബിഹിൽ ജന്ന വസഅലൂഹു അനിൽ അശ്രിബ ഫഅമറഹും ബി അർബഇൻ വനഹാഹും അൻ അർബഇൻ എന്ന്. തങ്ങളെ നിങ്ങളടുത്തേക്ക് എത്തണമെങ്കിൽ തടസ്സമുണ്ട്. മുളർ ഗോത്രക്കാരാകുന്ന കുഫാറുകൾ ഉണ്ട്. അവരാകുന്ന ആ കബീലയെ കവച്ചു വെച്ച് വേണം ഞങ്ങൾക്ക് വരാൻ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ നാട്ടിലെത്തുമ്പോൾ അവർ നമ്മളെ കൊന്നുകളെ. പിന്നെങ്ങനെ ഞങ്ങൾ വരുന്നേ? അപ്പൊ ബൈനന ബൈന, നമ്മളുടെയും തങ്ങളുടെയും ഇടയിലുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് ഇന്നാ ലാ നസ്തതിഉ, ഞങ്ങൾക്ക് വരാൻ കഴിവാവുകയില്ല. ലാ നസ്തതിഉ, ഞങ്ങൾക്ക് കഴിവാവുകയില്ല. നഅതിയക, തങ്ങളിലേക്ക് വരാൻ.
എല്ലാ കാലത്തും എന്നതിനർത്ഥം എല്ലാ സമയത്തൊന്നും വരാൻ പറ്റില്ല. ഇല്ലാ ഫിഷഹരി. ഇല്ലാ ഫിഷഹരി എന്നുള്ളത് മുസ്തദിന മിന്നാണ്. മുസ്തദിന വരുമ്പോൾ അതിന് മുസ്തദിന മിൻഹു മുസ്തദിന ബിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സങ്കല്പിക്കേണ്ടി വരും. കഴിഞ്ഞേക്കണ അല്ലെങ്കിൽ കറങ്ങി നടന്ന എഴുന്നേക്കണം. നിങ്ങൾ